ഇവനിങ്ങനെ ചോറ് ഉരുളയാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രയൊക്കെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഇവൻ ചോറ് കഴിക്കുന്നത് കാണുമ്പോൾ എൻ്റെ വായിക്കൂടെ വെള്ളം വരും. ഞാൻ അവിടെ പോയി തട്ടിയും മുട്ടിയും നിൽക്കും. അത് കാണുമ്പോഴേ അവനറിയാം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ പുറത്തൊക്കെ പോയി ഒരു മന്തി കഴിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴാണ് പുതിയ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റ് ചോറും കൊണ്ട് വന്നത്. ഒരു വായ കഴിക്കാമെന്ന് വെച്ച് വായ തുറന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ വയറ് നിറയാതെ ഞാൻ വായ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ ചോറ് വാരി തരുന്നതിനേക്കാൾ കൂടുതൽ ഇവനാണ് കേട്ടോ എനിക്ക് ചോറ് വാരി തരാറ്. ഈ 3 ഉരുളയും കൂടെ എനിക്ക് കഴിക്കാനായി ഉരുട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവൻ്റെ മുന്നിൽ ഞാനൊരു ആനക്കുട്ടിയാണ്. ആനയ്ക്ക് ഉരുള കൊടുക്കുന്നത് പോലെയാണ് കേട്ടോ ഇവൻ എനിക്ക് ഉരുട്ടി ഉരുട്ടി തരാറ്. ഇന്നിനി മന്തി കഴിക്കാനുള്ള സ്ഥലം എൻ്റെ വയറ്റിലില്ല കേട്ടോ. പിന്നെ റെഡിയായി നിന്നതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് എന്നെയും കാത്ത് ഫുഡ് കഴിക്കാതിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവനൊരു കമ്പനിക്ക് വേണ്ടി കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവൻ വാങ്ങിയ ബീഫ് കറി അടിപൊളിയായിരുന്നു. അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.